കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തിരിമറിക്ക് കൂട്ടുനിന്ന ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF നേതൃത്വത്തിൽ ഇന്ന് കോട്ടയം നഗരസഭയിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K. അനിൽകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. 3.5 കോടി രൂപ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും അടിച്ചുമാറ്റിയ ഉദ്യോഗസ്ഥന് കൂട്ടുനിന്നത് ഭരണസമിതിയാണെന്ന് ആരോപിച്ചാണ് രാവിലെ 11 മണിക്ക് LDF നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. നഗരസഭയിലെ മുൻ ജീവനക്കാരനായ കൊല്ലം സ്വദേശി അഖിൽ C. കുര്യനാണ് പെൻഷൻ ഫണ്ടിൽ തിരിമറി നടത്തി പണമെല്ലാം അമ്മയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. 2020 മുതൽ 2023 വരെയുള്ള സമയങ്ങളിലാണ് ഇയാൾ കോട്ടയത്ത് ജീവനക്കാരനായിരുന്നത്. അതിനുശേഷവും പണം അടിവലി തുടർന്നു. വയനാട് ദുരന്തബാധിതർക്ക് പണം നൽകണമെന്ന ആവശ്യമുയർന്നപ്പോൾ നടന്ന അന്വേഷണത്തിലാണ് കള്ളി വെളിച്ചത്തായത്. ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നത് നഗരസഭ ഭരണസമിതിയാണെന്ന് ആരോപിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥൻ NGO യൂണിയൻ അംഗമാണെന്ന പ്രചരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ ഭാവനാ സൃഷ്ടി മാത്രമാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് അഡ്വക്കേറ്റ് K. അനിൽകുമാർ പറഞ്ഞു. നഗരസഭ ഭരണം എന്ന് പറയുന്നത് ഇവിടുത്തെ പണം അടിച്ചു മാറ്റുക. ഇവർ ജീവിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്? നഗരസഭയുടെ പണം തട്ടിക്കൊണ്ടുപോകുക. ഇപ്പോൾ പുറത്തു വന്ന വാർത്ത എന്ന് പറയുന്നത് 3.5 കോടി രൂപയുടെ അഴിമതി, പണാപഹരണം, തട്ടിപ്പ്. നഗരസഭയുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോകുന്നു. സ്വന്തം അക്കൗണ്ടിലേക്ക് പണം കൊണ്ടുവരാൻ വല്ല മര്യാദയും വല്ല കാഴ്ചപ്പാടും ഈ നഗരസഭ കിട്ടാം. നമ്മുടെ റെയിൽവേ അവരുടെ ഭൂമിയായിട്ടുണ്ട്. നഗരസഭയുടെ കോടികൾ അതിന്റെ പ്രതിഫലമായിട്ട് കിട്ടണം. കോടിക്കണക്കിന് രൂപ പ്രതിഫലമായിട്ട് കിട്ടണമെങ്കിൽ ആധാരം കൊടുക്കട്ടെ, വസ്തുവിന്റെ ആധാരം ഹാജരാക്കട്ടെ. നഗരസഭയുടെ അടിയാധാരം പോലും മോഷിച്ചുകൊണ്ട് പോയ ഒരു ഭരണ സംവിധാനമാണ് 4 നൂറ്റാണ്ടായി ഈ കോട്ടയം നഗരസഭയിൽ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 3.5 കോടി രൂപയുടെ അപകടവുമായി ബന്ധപ്പെട്ട കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് ഒരു മാധ്യമത്തിൽ ഞാൻ വാർത്ത കണ്ടത്, ഏതോ NGO യൂണിയന്റെ അംഗമായിരുന്നു അദ്ദേഹം ഈ കൊല്ലത്ത് പ്രവർത്തിക്കുമ്പോൾ. ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 4 കൊല്ലം മുമ്പ് ഈ മുനിസിപ്പാലിറ്റിയിലെ ജോലിക്കാർ NGO യൂണിയൻകാരായിരുന്നില്ല. അവിടുത്തെ ഇടതുപക്ഷ സംഘടനയുടെ പേര് മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ എന്നായിരുന്നു. അല്ലേ? അപ്പൊ ഈ മാന്യൻ കൊല്ലത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടെ NGO യൂണിയൻ നഗരസഭയിൽ ഇല്ലല്ലോ. കോർപ്പറേഷന് വേണ്ടി വേറെ സംഘടനയാണ്. 4 കൊല്ലം മുമ്പ് അവിടുന്ന് കൊല്ലത്ത് കൊണ്ട് ട്രാൻസ്ഫർ കിട്ടാൻ കാരണം, അഴിമതി കാണിച്ചിട്ട് ട്രാൻസ്ഫർ കിട്ടാൻ കാരണം NGO യൂണിയനിലാണെന്ന് ഒരു പത്രത്തില് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബന്ധപ്പെട്ട് വാർത്ത കൊടുക്കുമ്പോൾ അല്പമെങ്കിലും ബോധം അത് അച്ചടിക്കുന്നു വേണ്ടേ? തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ബുദ്ധി വെച്ച് നിങ്ങൾ വിശ്വസിക്കാൻ പോയാൽ എവിടെ ചെന്ന് പെടും എന്നതിന് തെളിവാണ്. 4 കൊല്ലം മുമ്പ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ജീവനക്കാർ NGO യൂണിയനിലുണ്ടോ? അവർ NGO യൂണിയനിൽ അംഗങ്ങളായത് ഈ കഴിഞ്ഞ 3 കൊല്ലത്തിനിടയിലല്ലേ? ഞാൻ NGO യൂണിയൻ ഇവിടുത്തെ ഈ നഗരസഭയിലെ ജോലിക്കാരാണ് ചോദിക്കുന്നത്. നമ്മുടെ ഒരു പത്രത്തിനകത്ത് 4 കൊല്ലം മുമ്പ് ഒരാൾ NGO യൂണിയനിൽ അംഗമായിരുന്നു, അതുകൊണ്ടാണ് അന്ന് തട്ടിപ്പ് നടത്തിയിട്ടും അദ്ദേഹത്തിന് ജോലി തിരിച്ചു കിട്ടിയത്, കൊല്ലത്ത് നമുക്ക് ട്രാൻസ്ഫർ കിട്ടിയത് എന്നൊരു മാധ്യമത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാർത്ത കൊടുക്കുമ്പോൾ ആ വാർത്ത കളവായിരിക്കുന്നത് എങ്ങനെയാണ്? 4 കൊല്ലം മുമ്പ് ഇവിടുത്തെ കോർപ്പറേഷനിലെയും മുനിസിപ്പാലിറ്റിയിലെയും ജീവനക്കാർ മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയനിൽ അംഗങ്ങളായിരുന്നു, മുനിസിപ്പൽ വർക്കേഴ്സ് സംഘടനയിൽ അംഗങ്ങളായിരുന്നു, എംപ്ലോയി സംഘടനയിൽ അംഗങ്ങളായിരുന്നു. അവരാരും തന്നെ അന്ന് NGO യൂണിയനിലായിരുന്നില്ല. അപ്പൊ NGO യൂണിയൻ കൊണ്ട് മാറ്റിയെന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ സംസ്കൃതമാണ് എന്ന് മനസ്സിലാകുന്നില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ പിൻസീറ്റ് ഡ്രൈവിംഗാണ് കോട്ടയം നഗരസഭയിൽ നടക്കുന്നതെന്നും ഉദ്യോഗസ്ഥന് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജ അനിൽ, നഗരസഭാ കൗൺസിലർ NN വിനോദ്, CPM ഏരിയ സെക്രട്ടറി B. ശശികുമാർ, ജില്ലാ കമ്മിറ്റി അംഗം CN സത്യനേശൻ തുടങ്ങിയവരും സമരത്തെ അഭിസംബോധന ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.